ഹലോ ഫ്രണ്ട്സ്, 2021 ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും 2021 ഒരു പുതുവത്സരാശംസ നേർന്നുകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2020 എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഉപയോഗിച്ച 4 യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഈ 4 സോഫ്റ്റ്വെയറും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പവർ ടോയ്സ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറാണ്. അത് ഡെവലപ്പ് ചെയ്ത മൈക്രോസോഫ്റ്റ് ആണ്. പവർ ടോയ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ഫീച്ചേഴ്സാണ്. അതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇന്ന് പരിചയപ്പെടുത്താം. ഇതാണ് പവർ ടോയ്സിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാം ഓരോ ഫീച്ചേഴ്സും ഉണ്ട്. ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പവർ ടോയ്സ് റണ്ണും ഇമേജ് റീസൈസർ എന്ന് പറയുന്ന ഈ 2 ഫീച്ചേഴ്സാണ്. ബാക്കി യൂസ്ഫുൾ ആണ്. എനിക്ക് അത്ര ഉപയോഗം വരുന്നില്ല. ഈ രണ്ടുമാണ് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഓരോ ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. പവർ ടോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക് ഓഎസിൽ സ്പോട്ട്ലൈറ്റ് സെർച്ച് ഉണ്ട്. അത് ഉപയോഗിക്കുന്നവർക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസിൽ ഒരു സ്പോട്ട്ലൈറ്റ് സെർച്ച് പോലെ ഗ്ലോബൽ സെർച്ച് കിട്ടുന്ന ഒരു ഫീച്ചറാണ് പവർ ടോയ്സ് റൺ എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഇൻവോക്ക് ചെയ്യുന്ന ഓൾട്ട് കീ പ്ലസ് സ്പേസ് ഞെക്കുകയാണ്. അപ്പം നമുക്കൊന്ന് ട്രൈ നോക്കാം. ഓൾട്ട് സ്പേസ് ഞെക്കുമ്പോൾ ഇവിടെ സ്പോട്ട്ലൈറ്റ് സെർച്ച് പോലെ ഒരു സെർച്ച് ബട്ടൺ വരും. അവിടെ നമുക്ക് സോഫ്റ്റ്വെയറുകൾ സെർച്ച് ചെയ്യാം. ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ഫയൽസ്, അല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാനുള്ള സെർച്ച്, അങ്ങനെയെല്ലാം നമുക്ക് ഈ സെർച്ച് ബട്ടണിൽ കൂടെ പവർ ടോയ്സ് റണ്ണിൽ കൂടെ നമുക്ക് സാധിക്കും. ഈ സെർച്ച് നമുക്ക് ഡാർക്ക് മോഡും ഉണ്ട്, ലൈറ്റ് മോഡും ഉണ്ട്. റിസൾട്ട് വേണം, എത്ര റിസൾട്ട് കാണിക്കണം, പിന്നെ ക്ലിയർ ചെയ്യണോ, ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് ഓരോ പ്രാവശ്യവും സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആയി പൊക്കോളും. അടുത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഇമേജ് റീസൈസർ. ഇമേജ് റീസൈസർ എന്ന് വെച്ചാൽ നമ്മൾ വാൾപേപ്പർക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. വാൾപേപ്പർ ചിലപ്പോൾ നമ്മുടെ സ്ക്രീൻ ഫിറ്റ് ചെയ്യുന്ന വാൾപേപ്പർ ആയിരിക്കില്ല. കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന വാൾപേപ്പർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, സ്ക്രീനിന് വേണ്ടി. അപ്പോൾ നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന വാൾപേപ്പറുകൾ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് റീസൈസ് ചെയ്യാം. ഈ ഒരു വാൾപേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് 3840x24,000 ആണ്. 1920 എൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ 1920x1080 ആണ്. അതിലേക്ക് നമുക്ക് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം പവർ ടോയ്സിലെ ഇമേജ് റീസൈസർ ഓണാക്കി വെക്കുക. അവിടെ നമുക്ക് ഈ സൈസ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, കസ്റ്റം സൈസും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീസൈസ് ചെയ്യേണ്ട ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ റീസൈസ് എന്നുള്ളതുണ്ട് ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് സൈസിലോട്ട് വേണമെങ്കിലും നമുക്ക് പറ്റും. ഏത് സൈസിലോട്ട് വേണമെങ്കിലും നമുക്ക് റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ. നമുക്ക് ഓറിയൻറ്റേഷൻ നമുക്ക് പ്രശ്നമല്ല. എന്നുവെച്ചാൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആണ്, അല്ലെങ്കിൽ പോർട്രേറ്റ് ആണ്, അതിനായിരിക്കുന്നത് നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്ക് ഏത് സൈസിലോട്ടാണോ റീസൈസ് ചെയ്യേണ്ടത് ആ സൈസ് സെലക്ട് ചെയ്യുക, റീസൈസ് കൊടുക്കുക. റീസൈസ് ചെയ്ത് ആ സൈസിലുള്ള വാൾപേപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇമേജ് ആയിട്ട് നമുക്കത് കിട്ടും. ഇപ്പം ഇത് അടുത്തായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഫാൻസി സോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് ഫാൻസി. മോണിറ്ററൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള മോണിറ്ററാണ്, നമ്മുടെ ഡെസ്ക്ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമുക്ക് 1-2 മൾട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടവർക്ക് നമുക്ക് വലിയ ഡെസ്ക്ടോപ്പാണ്, നമ്മുടെ സ്ക്രീൻ ഇച്ചിരി വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ഗ്രിഡായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിനെ സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ ഇടയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഫീച്ചറായിരുന്നു പവർ റീനെയിം എന്ന് പറയുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് ഫയൽസ് ഉണ്ട്, കുറേ ഫയൽസ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് റീനെയിം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഒരു പേര് തന്നെ റീനെയിം ചെയ്ത് എല്ലാത്തിനും വരണം, കുറേ ഫയൽസിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് പവർ റീനെയിം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഷോർട്ട് കട്ട് ഗൈഡ് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് ഗൈഡ് നമുക്ക് നമ്മുടെ കീബോർഡിൽ നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പം എത്ര അധികം ഷോർട്ട് കട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ആ കീ പ്രസ് ചെയ്ത്, ഇപ്പോൾ ഞാൻ വിൻഡോ കീ ആണ് പ്രസ് ചെയ്തേക്കുന്നത്. വിൻഡോ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ക്രീനിൽ ഇത്രയും കീസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ആ കീയുടെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വിൻഡോ കീ പ്ലസ് എ ഞെക്കുവാണെങ്കിൽ ആക്ഷൻ സെൻറ്റർ വന്നു. ഇപ്പോൾ ഐ ആണെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇതൊക്കെ നമുക്ക് അവിടെ തന്നെ സ്ക്രീനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക്
ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് കളർ പിക്കർ എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ഷോർട്ട് കട്ട് കീ വിൻഡോസ് +Shift+C ആണ് അത് ഡിഫോൾട്ടായിട്ട് കൊടുത്തേക്കുന്നത്. നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. കളർ പിക്കർ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് കളറിന് അതിൻ്റെ വാല്യൂ അവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ആ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ കളർ നമ്മൾ അവിടെ പ്രസ് ചെയ്താൽ ആ കളർ അവിടെ കിട്ടും. അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കളർ അവിടെ ഉപയോഗിക്കാൻ പറ്റും. വേറൊരു കളർ നോക്കാം. ഈ കളർ നമുക്ക് കോപ്പി ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഫീച്ചേഴ്സാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. പ്രീമിയം വേർഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫയർ വാള്, ഇങ്ങനെ എല്ലാ ഫീച്ചറും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നോർമലായിട്ട് എത്ര ഡെയിലി യൂസേജ് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പം നമുക്ക് ഏത് ഡെയിലി നമ്മൾ ഈ വീക്കിൽ അറിയാൻ പറ്റും എത്ര യൂസേജ് വരുന്നുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ മന്ത്ലി യൂസേജ്. ഇപ്പോഴത്തെ മന്ത്ലി യൂസേജ് ആണ്. ഇന്നിപ്പോൾ January 1 ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ലാസ്റ്റ് മന്തിൽ ഞാൻ കാണിച്ചു തരാം. 190ഓളം GB ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മന്ത്, വീക്ക്, ഡേ എല്ലാം നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എത്ര കറണ്ട് യൂസേജ് അറിയാൻ പറ്റും ഗ്രാഫായിട്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, നമ്മുടെ സ്ക്രീൻ നെറ്റ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിനെ ഇത് ചെക്ക് ചെയ്യും. വൈറസ് സ്കാൻ ചെക്ക് ചെയ്യും. നമുക്കറിയാൻ പറ്റും അത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണോ, നമ്മുടെ സിസ്റ്റത്തിന് ഹാംഫുൾ ആയ സോഫ്റ്റ്വെയർ ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സ്കാൻ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് സ്കാൻ ചെയ്യാം. നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് സ്കാൻ ചെയ്യേണ്ടത് ഞെക്കുക, വൈറസ് ടോട്ടൽ വെച്ച് അത് സ്കാൻ ചെയ്യും. ഇത് എത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. 71 ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറുകളാണ് വൈറസ് ടോട്ടൽ സിങ്ക് ചെയ്തേക്കുന്നത്. അതിൽ 8 എണ്ണത്തോളം ഇതിനെ ഒരു ത്രെഡായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് അടുത്തൊരു സോഫ്റ്റ്വെയർ നോക്കാം. 71-ലായിരുന്നു തന്നെ അതിനെക്കുറിച്ചൊരു ഫയർ ബോക്സ് അങ്ങനെ ഒരു പ്രശ്നമുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പം നമുക്കങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിന് ഹാംഫുൾ ആണോ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ആപ്ലിക്കേഷൻ ഇൻവോക്ക് ചെയ്യുമ്പോഴും അത് സ്കാൻ ചെയ്തോളും. ഇതൊരു പ്രീമിയം ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ ഫീച്ചറുകൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡാറ്റ പ്ലാൻ എന്ന് പറയുന്നത്. എനിക്ക് ഡെയിലി 3 GB ആണ് ഡാറ്റ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എത്രയായെന്ന് നമുക്ക് കറക്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. ഞാൻ ഡേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി എനിക്ക് 3 GB ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 75 യൂസേജ് ഇത് ഇന്നലത്തെയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാസ്ക് ബാർ X എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ സ്ക്രീൻ കണ്ടില്ല, എൻ്റെ ടാസ്ക് ബാർ ഐക്കൺസ് എല്ലാം സെൻറ്ററിലാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻവോക്ക് ചെയ്യുന്നതനുസരിച്ച് അത് സോർട്ട് ചെയ്തോളൂ, ഓട്ടോമാറ്റിക്കായിട്ട് സോർട്ട് ചെയ്തോളൂ. നടുക്ക് തന്നെ സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിൽ അത് സോർട്ട് ചെയ്യും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാസ്ക് ബാർ X എന്ന് പറയുന്നത്. ഇത് CPU യൂസേജ് ഒന്നും വരുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ല. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടാസ്ക് ബാറിൽ ഇഷ്ടംപോലെ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്കിപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് നമ്മുടെ പഴയ പോലെ തന്നെ ഇവിടെ ടാസ്ക് ബാറിന് ഒരു ലേ ഔട്ട് ഉള്ള രീതിയിൽ വെക്കാം. ഇപ്പം ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, കറക്റ്റ് പൊസിഷൻ നടുക്കാണ് പറഞ്ഞത്. ഞാനിപ്പോൾ നടുക്കാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഓണായി വരുമ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ഡിലേ എടുത്ത് ഓണായി വരണം. ഞാൻ ഒരു സോഫ്റ്റ്വെയറുകൾ കുറച്ച് എൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സ്റ്റാർട്ടപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഒരു ഡിലേ ഇട്ടിട്ടുണ്ട്. ഒരു 3 സെക്കൻഡ്. നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 0 സെക്കൻഡിൽ ഡിലേ ചെയ്യാം. അപ്പം ഏറ്റവും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ആദ്യം റൺ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ ആയിരിക്കും. അതുപോലെ ഇതിന് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇതിനോടകം തന്നെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എൻ്റെ സ്ക്രീൻ വാൾപേപ്പർ, ഡെസ്ക്ടോപ്പ് വാൾപേപ്പർ എന്ന് പറയുന്നത് ഒരു ഒരു വീഡിയോ വാൾപേപ്പറാണ്. ആനിമേഷനിലെ വീഡിയോ വാൾപേപ്പറാണ്. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് നമ്മുടെ ലാപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് നമ്മുടെ വാൾപേപ്പർ തപ്പി ആയിരിക്കും. നമുക്ക് ഇഷ്ടത്തിന് ചേരുന്ന ഒരു വാൾപേപ്പർ തപ്പി നമ്മൾ ഇഷ്ടംപോലെ സമയം കളയാറുണ്ട്. അപ്പം അത് സ്റ്റാറ്റിക് വാൾപേപ്പറാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതൊരു വീഡിയോ വാൾപേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി കൂടും. അപ്പം ഇങ്ങനത്തെ ഒരു വാൾപേപ്പർ നമുക്ക് കിട്ടണമെങ്കിൽ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് വീഡിയോ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീമിൽ നിന്ന് കിട്ടുന്ന ഒരു വാൾപേപ്പർ എഞ്ചിനാണ്. വാൾപേപ്പർ എഞ്ചിൻ ആക്ച്വലി അതിന് സ്റ്റീമിൽ പ്രൈസ് $4 കണ്ടാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വാൾപേപ്പർ എഞ്ചിൻ സ്റ്റീമിൽ നിന്നുള്ളതാണ്. പിന്നെ പേ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സുകൾ നമുക്ക് പുതിയ ഇതിൻ്റെ അകത്ത് ഒരു കളക്ഷൻ ഓഫ് ഇപ്പം ഈ ഉള്ള വാൾപേപ്പർ എഞ്ചിൻ്റെ അകത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് വാൾപേപ്പർ വീഡിയോ വാൾപേപ്പേഴ്സേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. നമുക്കിപ്പോൾ ഈ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രാക്ക്ഡ് വാൾപേപ്പർ എഞ്ചിൻ്റെ അകത്ത് ഇത്രയും വാൾപേപ്പേഴ്സേ ഉള്ളൂ ഡിഫോൾട്ടായിട്ട്. ഇതും ഈ 2 വീഡിയോസ് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾപേപ്പർ എഞ്ചിൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതിൻ്റെ പാട്ടല്ല അതിൻ്റെ ഓഡിയോ വിത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. വേറെ വാൾപേപ്പർ എഞ്ചിനുകൾ ഞാൻ യൂസ് ചെയ്തത് എല്ലാത്തിലും നമ്മൾ അതിനു വേണ്ടി വീഡിയോ വാൾപേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം ഫയൽ, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഫീച്ചറുകൾ കുറവാണ്. ഇതിനകത്താകുമ്പോൾ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് അതേ രീതിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും വിത്ത് ഓഡിയോ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. Fell asleep with the makeup still all on my skin. Wide awake again. നമുക്ക് ഓഡിയോ വേണമെങ്കിൽ ഓഡിയോ കട്ട് ചെയ്യാം. നമുക്ക് ഓഡിയോ അല്ലാത്ത സ്റ്റാറ്റിക് വാൾപേപ്പറുകൾ വീഡിയോ വാൾപേപ്പേഴ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു വാൾപേപ്പറാണ്. എൻ്റെ കൂടെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ മേടിക്കുകയാണ്, നമ്മൾ പേ ചെയ്ത് മേടിക്കുകയാണ്, സ്റ്റീവിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വാൾപേപ്പേഴ്സ് നമുക്ക് പുതിയത് വരുന്നതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പേ ചെയ്തല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ വാൾപേപ്പറുകളൊന്നും കിട്ടില്ല, കണക്ട് ചെയ്യല, നമ്മുടെ സ്റ്റീം അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യല. അപ്പം ഇത്രയും മതിയെന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, ക്രാക്ക്ഡ് വേർഷൻ യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് പേ ചെയ്ത് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അകത്തെ എനിക്ക് ഏറ്റവും 2020 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ഇതാണ്. അപ്പം എല്ലാവരും യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ 2021 ഒരു നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.